പിന്നെ സീരിയസ് ആയി മനസ്സിലായി. പിന്നെ ഇതില് മിക്ക സമയം ഞാൻ അവിടെ അല്ലേന്നു, ഞാൻ ഫുൾ ഔട്ട് ഓഫ് സീനാണ്, വീട്ടിലെന്നല്ലേന്നു. ഞാൻ ഇവിടെ വരുമ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ളൂ. കല്യാണം തന്നെ അവരോട് പറഞ്ഞില്ലേന്നു കേട്ടോ. ശരിക്കും അത് കല്യാണം അല്ല, ശരിക്കും അവളെ അടുത്ത് അങ്ങനത്തെ വെറുതെ അവളെ വെറുതെ പഠിക്കുന്ന എന്താടാ ഇവൻ എപ്പോഴും അവളങ്ങനെ കളിയാക്കും. അവനെന്തോ പഠിക്കുക. ഞാൻ അറിഞ്ഞ എന്റെ കസിൻ പറഞ്ഞിട്ടാണ്, അമ്മിനിയേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞവരെ കല്യാണം ഉണ്ട്. സത്യം പറഞ്ഞ അങ്ങനെ സങ്കടമായിരുന്നു. കിട്ടി, കണ്ടന്റ് കിട്ടി. അല്ല അതെന്താ അങ്ങനെ, നന്ദു എന്താ അങ്ങനെ? നന്ദല്ല ഞങ്ങൾ അങ്ങനല്ല, എന്തുമോള് ഹോസ്റ്റലിലായിരുന്നോണ്ട് ഞാൻ അവളെ പഠിക്കുന്ന സമയത്ത് വിളിക്കലൊന്നും ഉണ്ടായില്ല. ഇല്ല, പഠിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് എന്തുമോളോട് മൈൻഡ് ഇതാണെന്ന് വെച്ച് പറഞ്ഞില്ല. കാരണം ചേട്ടന്റെ കല്യാണം എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ നിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണ്. അനിയത്തിമാർക്കായിരിക്കുമല്ലോ അങ്ങനെ ഫുൾ ഒരു ഇത് വരിക. അപ്പൊ വെറുതെ ആ ഒരു ടൈമില് പറഞ്ഞ് മൈൻഡ് ഇതാക്കണതെന്ന് പറയാഞ്ഞതാണ്. അല്ല എന്നാലും എന്താ പറയുന്നേ, ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടാണ് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. എന്താ കസിൻ എന്താ ചോദിക്കുന്ന ഫസ്റ്റ്? അറിഞ്ഞില്ലേന്ന് ചോദിച്ചിട്ടുണ്ടാവും. ആണോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്തോന്ന് അറിയാം. ഞാനും എന്റെ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയാ. അപ്പം സെയിം അങ്ങനെ എന്റെ ബ്രദറിന്റെ ഒരു വിവാഹമാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ മനഃപൂർവ്വം പറയാതിരുന്നാണോ? പഠിക്കല്ലേ, പഠിച്ചോട്ടെ. എക്സാം ആവാനായതല്ലേ, പിന്നെ അതിന്റെ ഇടയിൽ കല്യാണത്തിന്റെ തിരക്കിലേക്ക് ഇത് മൈൻഡ് മൈൻഡ് വെറുതെ അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. കാരണം അത് അങ്ങനെയല്ല, അതല്ല ആക്കി പറയുമ്പോൾ ഈശ്വരാ, ഈ കുട്ടീനെ ഏത് സമയം തേജോവധം ചെയ്യുന്ന പണി അവന്.